ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുവാൻ നിയമോപദേശം നൽകിയതിന്റെ പേരിൽ സാശിവൻ എന്ന അഭിഭാഷകനെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തു. എന്നാൽ ഈ ഒരു വിഷയം ഉന്നത പോലീസ് അധികാരികൾക്ക് മുന്നിൽ ഒരു അഭിഭാഷക സമൂഹം മുഴുവൻ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അഭിഭാഷകനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. തിരുവനന്തപുരം ജില്ലയിലെ വർക്കലയിൽ നിന്നും ഒരു പെൺകുട്ടി 2011 അധികാര കേന്ദ്രങ്ങളിൽ കയറിയിറങ്ങി നടക്കുകയാണ്. തനിക്കേറ്റ ദുർവിധിക്ക് പരിഹാരം തേടി വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത തന്നെ കബളിപ്പിച്ചുകൊണ്ട് വർക്കല തച്ചോടുള്ള ഗുരുകൃപ എന്ന വീട്ടിൽ കൊണ്ടുപോയി ബലാത്സംഗം ചെയ്തുവെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്നാൽ വീട്ടിലെത്തിയ ശേഷം യുവതി അവിടെ മറ്റാരെയും കാണാത്തതിനെ തുടർന്ന് സംശയം തോന്നുകയും ഇയാളോട് വീട്ടിലുള്ളവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പുറകിൽ പറമ്പിൽ നിൽക്കുകയാണെന്നും ഇപ്പോൾ വരുമെന്നുമാണ് പറഞ്ഞതെന്നും യുവതി പറയുന്നു. നിരവധി പരാതികളാണ് ഈ പെൺകുട്ടി പോലീസിൽ നൽകിയത്. എന്നാൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ശിവു പുരുഷോത്തമൻ എന്ന ഈ നരാധമന് പണവും ഉന്നത രാഷ്ട്രീയ ബന്ധവും പിന്നെ അധികാര കേന്ദ്രങ്ങളിൽ വലിയ പിടിപാടുമുള്ളത് കൊണ്ടായിരിക്കും ഏറ്റ ഈ ഒരു ദുർവിധിക്ക് പരിഹാരം ഇതുവരെ കിട്ടിയില്ല എന്ന്. ചെമ്മരുതി തച്ചോട് സ്വദേശിയായ ഷിബുവിനെതിരെയാണ് യുവതി പരാതി നൽകിയിരിക്കുന്നത്. 2013 മുതൽ 2016 വരെ സ്വദേശത്ത് സ്വന്തമായി ബിസിനസ് നടത്തിയിരുന്ന യുവതി 2017 മുതൽ 23 വരെയാണ് ദുബായിൽ ജോലി നോക്കി വന്നിരുന്നത്. എതിർകക്ഷിയായ തച്ചോട് സ്വദേശി ഷിബു വളരെ വർഷങ്ങളായി വിദേശത്ത് ഫ്ലവർ ഷോപ്പ് നടത്തിവരുന്ന വ്യക്തിയാണ്. വിദേശത്ത് ജോലി അന്വേഷിച്ചു വരുന്നു എന്നറിഞ്ഞ ഇയാൾ 2015 ജനുവരി മാസത്തിൽ ഫോൺ വഴി യുവതിയുമായി ബന്ധം സ്ഥാപിക്കുകയും ദുബായിലെ ഫ്ലവർ ഷോപ്പിലോ പരിചയത്തിൽ മറ്റെവിടെയെങ്കിലുമോ ജോലി ശരിയാക്കി നൽകാമെന്ന് പറഞ്ഞായിരുന്നു സമീപനം. ദുബായിൽ ഷെയ്ഖ് കുടുംബവുമായി നല്ല ബന്ധമുണ്ടെന്നും തന്നെ ഫ്ലവർ ഷോപ്പ് ദുബായ് ഷെയ്ഖ് കുടുംബത്തിലെ അംഗമാണ് വാങ്ങിയതെന്ന് പറയുകയും അറബി കുടുംബത്തിന്റെ കോണ്ടാക്റ്റുകൾ ഫോണിൽ കാട്ടിയ ശേഷം വിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്തതായാണ് യുവതി പറയുന്നത്. തുടർന്ന് ഇയാൾ തന്നിൽ നിന്നും പാസ്പോർട്ടിന്റെ കോപ്പിയും മറ്റും വാങ്ങുകയുണ്ടായെന്നും പറയുന്നുണ്ട്. തുടർന്ന് പരസ്പരം ഫോണിൽ വിളിച്ച് സംസാരിക്കുമായിരുന്നു. ശേഷം തന്റെ ഷോപ്പിലല്ലാതെ മറ്റൊരു കമ്പനിയിൽ ജോലി വാഗ്ദാനം ചെയ്യുകയും അവിടെ നല്ല ശമ്പളം ലഭിക്കുമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ചു. കമ്പനിയുടെ പ്രധാനപ്പെട്ടയാൾ തന്റെ അടുത്ത സുഹൃത്താണെന്നും വിവരങ്ങൾ പറഞ്ഞപ്പോൾ നാട്ടിൽ ഉടൻ എത്തുമെന്നും അയാൾ നേരിൽ കണ്ട കാര്യങ്ങൾ സംസാരിക്കാമെന്നും എതിർകക്ഷി യുവതിയോട് പറഞ്ഞു വിശ്വസിപ്പിച്ചു. ജോലിക്കായുള്ള വിസയ്ക്കും ടിക്കറ്റിനുമായി 1 ലക്ഷം രൂപ നൽകണമെന്നും ആദ്യം തന്നെ 50,000 രൂപ ശമ്പളം നൽകുമെന്നും അതിനാൽ തന്നെ 1 ലക്ഷം രൂപ എത്രയും പെട്ടെന്ന് കരുതി വെക്കണമെന്നും എതിർകക്ഷിയായ തച്ചോട് സ്വദേശി ഷിബു യുവതിയോട് പറഞ്ഞു. ഇതിൽ പ്രകാരം 1 ലക്ഷം രൂപ സ്വർണം പണയം വെച്ചും മറ്റും സ്വരൂപിച്ച വയ്ക്കുകയും എതിർകക്ഷിയെ അറിയിക്കുകയും ചെയ്തു. ശേഷം ഈ തുക സുഹൃത്ത് താൻ വഴി വാങ്ങി നൽകണമെന്ന് ആവശ്യപ്പെട്ടതായും പൈസ മുന്നേ നൽകിയാൽ ജോലി ഉറപ്പാകുമെന്നും പറഞ്ഞു വിശ്വസിപ്പിച്ച പ്രകാരം 2015 ഫെബ്രുവരി അവസാനത്തിൽ 1 ലക്ഷം രൂപ എതിർകക്ഷിയെ യുവതി ഏൽപ്പിക്കുകയായിരുന്നു. ശേഷം മാർച്ച് മാസത്തിൽ കമ്പനിയിൽ നിന്നുള്ള വ്യക്തി ഷിബുവിന്റെ വീട്ടിലെത്തുമെന്നും ആ സമയം അറിയിക്കുമ്പോൾ യുവതി വീട്ടിലെത്തിയാൽ മതിയെന്നും നേരിട്ട് കാണാമെന്നും യുവതിയെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. അത്തരത്തിൽ അറിയിച്ച ദിവസം തന്നെ 11 മണിയോടുകൂടി പാസ്പോർട്ടിന്റെ കോപ്പിയും 2 ഫോട്ടോയുമായി എതിർകക്ഷിയുടെ വീട്ടിലെത്തണമെന്നും പറഞ്ഞു. എന്നാൽ വീടറിയാത്തതുകൊണ്ട് തന്നെ യുവതിയോട് വർക്കല പുത്തൻചന്ത ജംഗ്ഷനിൽ എത്തിയാൽ മതിയെന്നും ശേഷം ഷിബു നേരിട്ടെത്തി കാറിൽ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാമെന്നും പറയുകയായിരുന്നു. പറഞ്ഞ പ്രകാരം വർക്കല പുത്തൻചന്തയിൽ സ്വകാര്യ ആശുപത്രിക്ക് മുന്നിൽ കാത്തുനിന്ന യുവതിയെ ഷിബു കാറിലെത്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. വീട്ടിൽ ഭാര്യയും കുട്ടികളും ഉണ്ടെന്നും അവിടേക്കാണ് പോകുന്നതെന്നുമാണ് യുവതിയോട് പറഞ്ഞിരുന്നത്. എന്നാൽ വീട്ടിലെത്തിയ ശേഷം യുവതി അവിടെ മറ്റാരെയും കാണാത്തതിനെ തുടർന്ന് സംശയം തോന്നുകയും ഇയാളോട് വീട്ടിലുള്ളവരെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ പുറകിൽ പറമ്പിൽ നിൽക്കുകയാണെന്നും ഇപ്പോൾ വരുമെന്നുമാണ് പറഞ്ഞതെന്നും യുവതി പറയുന്നു. ജോലി ശരിയായി എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്നെത്തിയ ആൾ ഉടൻ വീട്ടിലെത്തുമെന്നും കുറച്ചു സമയം കൂടി അവിടെ കാത്തിരിക്കണമെന്നുമാണ് ഷിബു യുവതിയോട് പറഞ്ഞത്. എന്നാൽ ഇതിനിടയിൽ ഷിബു യുവതിക്ക് ജ്യൂസ് നൽകിയെന്നും ഇത് കഴിച്ച ശേഷം വല്ലാത്ത അസ്വസ്ഥത തോന്നിയെന്നും യുവതി പരാതിയിൽ പറയുന്നുണ്ട്. യുവതി അസ്വസ്ഥയായതിനെ തുടർന്ന് റെസ്റ്റ് എടുക്കാൻ പറയുകയും പുറകുവശത്തെ പറമ്പിൽ നിൽക്കുകയാണ് ഭാര്യയെന്നും താൻ ഉടനെ അവരെ വിളിച്ചുകൊണ്ട് വരാമെന്നും പറഞ്ഞ് പുറത്തേക്ക് പോയതായും യുവതി പറയുന്നു. എന്നാൽ ശേഷം മയക്കത്തിലായ തന്നെ അറിവോ സമ്മതമോ ഇല്ലാതെ ബലാത്സംഗത്തിന് ഇരയാക്കുകയായിരുന്നുവെന്നും യുവതി പറയുന്നു. ഉദ്ദേശം 2:30 മണിയോടുകൂടി മയക്കത്തിൽ നിന്ന് ഉണരുകയും താൻ ആക്രമിക്കപ്പെട്ടുവെന്ന് മനസ്സിലാക്കുകയും ചെയ്തതായും
ശേഷം ആക്രോശിച്ചപ്പോൾ പ്രതിയായ ഷിബു തന്റെ നഗ്ന വീഡിയോയും ഫോട്ടോകളും ഫോണിൽ പകർത്തിയത് യുവതിയെ കാണിക്കുകയും ഇത് വച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തതായാണ് യുവതി പരാതിയിൽ പറയുന്നത്. പോലീസിൽ പരാതി നൽകുകയോ ഇത് മറ്റാരോടെങ്കിലും പറയുകയോ ചെയ്താൽ പ്രതി പകർത്തിയ യുവതിയുടെ ഫോട്ടോകളും വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിലും പോൺ സൈറ്റുകളിലും പ്രചരിപ്പിക്കുമെന്നും കുടുംബത്തിന് അത് നാണക്കേടുണ്ടാക്കുമെന്നും ഭീഷണിപ്പെടുത്തി. പ്രതിയുടെ ഭീഷണിയിൽ ഭയം തോന്നിയതിനാൽ തന്നെ അവിടെ നിന്നും മറ്റൊന്നും ചിന്തിക്കാതെയാണ് താൻ തിരികെ വന്നതെന്നും ഈ വിവരം പുറത്തറിഞ്ഞാൽ കുടുംബജീവിതം തകരുമെന്നും സമൂഹ മാധ്യമത്തിൽ താനും കുടുംബവും അപമാനിതരാകും എന്നുമുള്ള ഭയം മൂലമാണ് വിവരങ്ങൾ ആരോടും പറയാനോ പരാതിപ്പെടാനോ ശ്രമിക്കാതിരുന്നതെന്നും യുവതി പറയുന്നു. തുടർന്ന് എതിർകക്ഷി വിളിക്കുമ്പോൾ ഫോട്ടോയും വീഡിയോയും മറ്റ് നശിപ്പിക്കണമെന്നും വിസയ്ക്കായി വാങ്ങിയ 1 ലക്ഷം രൂപ തിരികെ നൽകണമെന്നും തന്റെ കുടുംബജീവിതം തകർക്കരുതെന്നും നിരന്തരം കേണപേക്ഷിച്ചതിന്റെ ഫലമായി 2017 ഡിസംബറിലാണ് വർക്കലയിൽ വച്ച് പ്രതി കാറിലെത്തിയ ശേഷം യുവതിയോട് ആവശ്യപ്പെട്ട പ്രകാരം എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന വെള്ള പേപ്പറുകളിലും മുദ്രപത്രങ്ങളിലുമായി എഴുതി പിടിപ്പിച്ച രേഖകളിലും മറ്റും തന്റെ അറിവോ സമ്മതമോ ഇല്ലാതെ വായിച്ചുപോലും നോക്കാൻ സമ്മതിക്കാതെ ഒപ്പിട്ട് വാങ്ങിയതായും യുവതി പറയുന്നുണ്ട്. ശേഷമാണ് എതിർകക്ഷി 1 ലക്ഷം രൂപയുടെ ചെക്ക് തനിക്ക് തിരികെ നൽകിയതെന്നും ഈ സമയം തന്നെ പ്രതിയായ ഷിബു തന്റെ മുന്നിൽ വച്ച ഫോണിൽ നിന്നും നഗ്ന ഫോട്ടോയും വീഡിയോകളും ഡിലീറ്റ് ചെയ്യുകയും ചെയ്തതായും യുവതി പറയുന്നു. എന്നാൽ ഇവ മറ്റെവിടെയെങ്കിലും സൂക്ഷിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയവും തനിക്കുണ്ടായിരുന്നതായും യുവതി പറയുന്നുണ്ട്. സംഭവത്തിന് ശേഷം വിദേശത്ത് ജോലിക്കായി പോയതുകൊണ്ടും പ്രതിയായ ഷിബു തന്നെയും കുടുംബത്തെയും സമൂഹ മാധ്യമത്തിൽ അന്ന് പകർത്തിയ ചിത്രങ്ങൾ പ്രചരിപ്പിച്ച അപമാനിക്കുമെന്ന ഭയവുമാണ് നാളിതുവരെ ഉണ്ടായിരുന്നതെന്നും യുവതി പരാതിപ്പെടുന്നു. മാത്രവുമല്ല, പ്രതിക്ക് ഉന്നത രാഷ്ട്രീയ സ്വാധീനങ്ങൾ ഉള്ളതായും തനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചുവെന്നും ഇതുകൊണ്ട് തന്നെ അപായപ്പെടുത്താൻ സാധ്യതകൾ ഉണ്ടെന്നും തനിക്ക് ഭയമുണ്ടായിരുന്നതായും യുവതി പറയുന്നുണ്ട്. എന്നാൽ എതിർകക്ഷിയുടെ രാഷ്ട്രീയ സാമ്പത്തിക സ്വാധീനങ്ങൾക്ക് വഴങ്ങി വർക്കല പോലീസ് എതിർകക്ഷിക്കെതിരെ താൻ ഹണി ട്രാപ്പ് എന്ന നിലയ്ക്ക് വ്യാജ പരാതിയാണ് നൽകിയിട്ടുള്ളതെന്നും മറ്റും പറഞ്ഞ വർക്കല SHO തന്നെ മാനസികമായി കൂടുതൽ അപമാനിച്ചു വിട്ടതല്ലാതെ നാളിതുവരെ എതിർകക്ഷിക്കെതിരെ യാതൊരു നടപടികളും സ്വീകരിച്ചിട്ടില്ല എന്നും യുവതി പറയുന്നുണ്ട്. വർക്കല പോലീസിൽ നിന്നും തനിക്ക് യാതൊരു തരത്തിലുള്ള നീതിയും ലഭിക്കില്ല എന്ന ഉത്തമ ബോധ്യം വന്നിട്ടുള്ളതുകൊണ്ടാണ് ഉന്നതർക്ക് പരാതി നൽകാൻ തീരുമാനിച്ചതെന്നും യുവതി പറയുന്നു. സാക്ഷിവൻ എന്ന ഈ അഭിഭാഷകനിലായിരുന്നെങ്കിൽ ഈ ഇരയാക്കപ്പെട്ട പെൺകുട്ടി ഇനിയുള്ള കാലം മുഴുവൻ നരകതുല്യമായ ജീവിതം നയിക്കേണ്ടി വന്നേനെ. ഈ അപമാനവും പേറി ഇരയാക്കപ്പെട്ട പെൺകുട്ടിക്ക് നീതി വാങ്ങിക്കൊടുക്കുവാൻ നിയമോപദേശം നൽകിയതിന്റെ പേരിൽ സാക്ഷിവൻ എന്ന അഭിഭാഷകനെ പ്രതി ചേർത്തുകൊണ്ട് പോലീസ് കേസെടുത്തു. എന്നാൽ ഈ ഒരു വിഷയം ഉന്നത പോലീസ് അധികാരികൾക്ക് മുന്നിൽ ഒരു അഭിഭാഷക സമൂഹം മുഴുവൻ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അഭിഭാഷകനെ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഈ വിഷയം പുറത്തു വരുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം പ്രതി എത്രത്തോളം ശക്തനാണ് എന്ന. ഈ പെൺകുട്ടിയെ ഞങ്ങൾ അതിജീവിത എന്ന് തന്നെ വിളിക്കേണ്ടി വരും തികഞ്ഞ അർത്ഥത്തിൽ. കാരണം വർഷങ്ങൾ പിന്നിട്ടിട്ടും തനിക്കേറ്റ ഈ ദുർവിധിക്ക് പരിഹാരം അദ്ദേഹത്തെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് മാതൃകപരമായി ശിക്ഷിക്കുമ്പോൾ മാത്രമാണ് നടപ്പിലാകുക എന്ന ഈ പെൺകുട്ടിക്ക് നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. ക്യാമറമാൻ ഗൗതം കൃഷ്ണയ്ക്കൊപ്പം രജിത് കാര്യത്തിൽ ന്യൂസ് സ്റ്റോറി.